ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നീർദോശയാണ്. നീർദോശ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ മീൻകറി ബാക്കിയുണ്ടെന്ന്. ശരിയാ, മീൻകറി ബാക്കിയുണ്ട് കേട്ടോ. പണ്ട് നീർദോശ ഇഷ്ടമല്ലാത്ത എൻ്റെ മൂത്ത മോക്ക് മീൻകറി കൂട്ടി തിന്ന് തിന്ന് ഇപ്പം മീൻകറി കാണുമ്പോൾ അപ്പം അവൾ പറയും മമ്മി നീർദോശയെന്ന്. അങ്ങനെ കുട്ടികളെല്ലാം സ്കൂളിൽ വിട്ടിട്ട് വന്ന് എൻ്റെ ഡ്രൈവർ പണി നിർത്തിയിട്ട് വീട്ടുപണി എടുക്കാമെന്ന് വിചാരിച്ചു. മിറ്റൊക്കെ ഒരുപാട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മണ്ണും പായലും ഒക്കെ നിറഞ്ഞ് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി എടുത്തു. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോഴത്തേന് സൂര്യൻ ദേ ഉദിച്ച് നിൽക്കണു. എന്നാൽ പിന്നെ ഇനി തുണി അങ്ങ് അലക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തുണി അലക്കാൻ വേണ്ടി പോയിട്ടോ. തുണിയൊക്കെ വിരിച്ചതിന് ശേഷം അവിടെയൊക്കെ ക്ലീനാക്കി അതിനുശേഷം കഞ്ഞിയും വെച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ നഴ്സറിയിലോട്ട് പോയത്. നഴ്സറിയിൽ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേയും സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. വീട്ടിലെത്തി എൻ്റെ അടുക്കളപ്പണി തുടർന്നു കേട്ടോ. ആദ്യം ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി ഇങ്ങെടുത്തു. എത്ര വിലയൊക്കെ കൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പറ്റില്ല കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് ചെറിയുള്ളിയും വറ്റൽമുളകും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്തു. കുറച്ച് കരിയാപ്പിലയും ചേർത്തു, തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നപ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിങ്ങെടുത്തു. ഇച്ചിരി ചൂടാക്കി എടുത്തപ്പോഴത്തേനും ഉണക്കമീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാലോ. ബീട്രൂട്ട് തോരനും ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും കുറച്ച് കടുമാങ്ങ അച്ചാറും കൂട്ടി ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടി ചോറുണ്ടു. ഇങ്ങനത്തെ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ആരല്ലേ ചോറുണ്ണാത്തെ. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് ഒരു റൗണ്ട്സൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.